നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും CPM-നും ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് എന്തായിരിക്കും? ക്ഷേമ പെൻഷനുകളുടെയും മറ്റ് സാമൂഹ്യ പരിപാടികളുടെയും വർധനവോ അല്ലെങ്കിൽ അവയുടെ വിജയമോ ആയിരിക്കുമോ? അതല്ല CPM-ൻ്റെ കരുത്തുറ്റ സംഘടനാ ചട്ടക്കൂടും അതിൻ്റെ പ്രവർത്തനവുമായിരിക്കുമോ? അല്ലെങ്കിൽ BJP UDF-ൻ്റെ വോട്ട് ബോയ്സിൽ നിന്നും വോട്ട് ചോർത്തിക്കൊണ്ടുപോകുന്നതായിരിക്കുമോ? ഇതെല്ലാം ആയിരിക്കാം. പക്ഷേ പ്രധാനപ്പെട്ടത് ഇതൊന്നുമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതും മറ്റൊന്നുമല്ല, KM മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, KM മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF-ൽ ഉറച്ചു നിന്നതാണ്. ജോസ് മോൻ്റെ സഹായഹസ്തമാണ് 2026 പിണറായിക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കത്തോലിക്ക സഭയുടെയും പ്രത്യേകിച്ച് പാലാ രൂപതയുടെയും കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും ഒക്കെ കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ ഉറച്ചു നിന്നു. ജോസ് കെ മാണിയെ UDF-ലേക്ക് കൊണ്ടുപോകാൻ പഠിച്ച പണി 18 നടത്തി, അല്ലെങ്കിൽ പഠിച്ച പണി 18 പയറ്റി ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ. പക്ഷേ ജോസ് കെ മാണി അതിന് തല കൊടുത്തില്ല. പിണറായി വിജയൻ ഒന്ന് ഭയക്കുകയും ചെയ്തു. കാരണം ജോസ് കെ മാണി എങ്ങാൻ UDF-ലേക്ക് പോയി കഴിഞ്ഞാൽ അത് 10ഓളം സീറ്റുകളിൽ UDF-ന് ഗുണം ചെയ്യും. 10ഓളം സീറ്റുകൾ, നിയമസഭാ സീറ്റുകൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അല്ലെങ്കിൽ എറണാകുളം ജില്ലകളിൽ നിന്ന് UDF-ന് ലഭിക്കുന്നൊരു അന്തരീക്ഷമുണ്ടാകും. ഈ 4 ജില്ലകളിലാണ് കേരള കോൺഗ്രസിൻ്റെ അതിശക്തമായ പാർട്ടി വേരുകളുള്ളത്. കേരള കോൺഗ്രസിൻ്റെ ജില്ലകളെന്ന് പറയാം. കാരണം കേരള കോൺഗ്രസ് എങ്ങോട്ട് മാറിയാലും ഈ ജില്ലകളിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ മൂവാറ്റുപുഴ, കോതമംഗലം, അത്തരം പ്രദേശങ്ങളിലെല്ലാം കേരള കോൺഗ്രസ് വലിയ സ്വാധീനമുണ്ട്. അങ്കമാലി മണ്ഡലത്തിൽ പോലും കേരള കോൺഗ്രസുകൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ 3-4 ജില്ലകളിലും അല്ലെങ്കിൽ ആ ജില്ലകളിലെ രാഷ്ട്രീയ മാറ്റങ്ങളിൽ വലിയ പങ്ക് വഹിക്കാൻ ഈ കേരള കോൺഗ്രസുകൾക്ക് കഴിയും. അപ്പോൾ താരതമ്യേന ദുർബലമായ ജോസഫ് ഗ്രൂപ്പ് മാത്രമേ ഇപ്പോൾ UDF-ലുള്ളൂ. കരുത്തുള്ള പാർട്ടി സംവിധാനമുള്ള ഘടനയുള്ള ജോസ് കെ മാണി ഇപ്പോഴും LDF-ൽ അടിയുറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നായി ഏതാണ്ട് 5-6 സീറ്റുകൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ടാകുമെന്നുള്ള കാര്യം തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ അതൊരു മുതൽക്കൂട്ടാണ് LDF-ന്. കാരണം 6 സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. 6 സീറ്റ് ഈ ജില്ലകളിൽ നിന്ന് LDF-ന് ഉണ്ടാകും. UDF-ലേക്ക് പോയിരുന്നെങ്കിൽ ഏതാണ്ട് 10ഓളം സീറ്റുകളിൽ UDF-ന് അത് ഗുണം ചെയ്യുമായിരുന്നു. നേരത്തെ പിണറായി വിജയൻ സംശയിച്ചിരുന്നു. കാരണം ഈ കത്തോലിക്ക മതമേലധ്യക്ഷന്മാരുടെ ഇടപെടലുകൾ കൊണ്ട് ജോസ് കെ മാണി ഒരു പക്ഷേ LDF വിട്ടാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു സൂചന അദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്കിൽ അദ്ദേഹം വേറൊരു രാഷ്ട്രീയ തന്ത്രം പയറ്റിയേനെ അക്കാര്യവുമായി ബന്ധപ്പെട്ട്. ലീഗിനെയും അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ളൊരു തന്ത്രമൊക്കെ ഇതിനെ നേരിടാൻ വേണ്ടി പിണറായി വിജയൻ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് വേണ്ടി വന്നില്ല. ജോസ് കെ മാണി LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അദ്ദേഹത്തിന് വലിയൊരു വൈഷമ്യഘട്ടം തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ഇപ്പോഴുള്ള കേരള കോൺഗ്രസിൻ്റെ സീറ്റുകളും പിന്നെ ഒരു സീറ്റ് എക്സ്ട്രാ പിടിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ 2026 ഇടതുമുന്നണിക്ക് അധികാരത്തിൽ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം 80-82 സീറ്റാണ് പിണറായി വിജയൻ പോലും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. UDF-ന് ഒരു 60 സീറ്റിലപ്പുറം 22 സീറ്റിലപ്പുറം പോകില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ജോസ് മോൻ്റെയൊക്കെ പാർട്ടിയുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാധാന്യം, അതിൻ്റെ ഒരു റിലവൻസ്, പ്രസക്തിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജോസ് മോൻ്റെ പാർട്ടി, ജോസ് കെ മാണിയുടെ പാർട്ടി LDF-ൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ 6 സീറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ അവിടെ LDF-ൽ കിടക്കുകയാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ UDF-ന് കഴിയാത്ത കാലത്തോളം ഈ 3 ജില്ലകളിൽ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ UDF-ൻ്റെ പ്രകടനം ഒരു പക്ഷേ അത്ര ഉദ്ദേശിച്ച വിധത്തിലായിരിക്കില്ല എന്നുള്ളൊരു ഭയം തന്നെ UDF നേതാക്കൾക്കുണ്ട്. ഏതായാലും ജോസ് മോൻ്റെ സഹായഹസ്തത്തെ പിണറായി വിജയൻ വളരെയേറെ വിലമതിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.